എപ്പിസോഡിലേക്ക് ഒരു സൂപ്പർ വാഹനത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം 2 സൂപ്പർ ഗേൾസും, ഒരാൾ റേസർ, ഒരാൾ റൈഡർ. അപ്പം അവരാണ് ഇത്തവണ നമ്മളോടൊപ്പം ഈ വാഹനം ഓടിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. പിന്നെ ഞാനൊരു ആഗ്രഹം മൂത്ത് ഇതിനകത്തൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൽ ഇന്ന് വരെയും ഇത്തരം ഒരു ബൈക്ക് ഞാൻ ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ വലിയ വിശേഷങ്ങൾ, ഡ്രൈവിംഗ് വിശേഷങ്ങൾ, ടെക്നിക്കൽ വിശേഷങ്ങളൊക്കെ അവരായിരിക്കും നിങ്ങളോടൊപ്പം പങ്കുവെക്കുക. ഇത് മുഴുവനായും എല്ലാവരും കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും അവലോകനങ്ങളും അറിയാൻ പറ്റുള്ളൂ. ദൂരയാത്ര ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട വാഹനമാണ് റോയൽ എൻഫീൽഡിൻ്റെ ക്രൂസർ ബൈക്കായ തണ്ടർബേർഡ്. 2002 വിപണിയിൽ എത്തിയ തണ്ടർബേർഡ് 2020 മാർച്ച് വരെ വിപണിയിൽ ഉണ്ടായിരുന്നു. ഏപ്രിലിൽ മലിനീകരണ നിയന്ത്രണം സംബന്ധിച്ച പുതിയ ചട്ടങ്ങൾ BS6 നിലവിൽ വന്നതോടെ തണ്ടർബേർഡ് വിൽപ്പന നിർത്തി. മറ്റെല്ലാ മോഡലുകളും BS6 ആക്കിയെങ്കിലും തണ്ടർബേർഡിൽ അങ്ങനെയൊരു മാറ്റം വരുത്തുന്നതിന് പകരം കമ്പനി തീരുമാനിച്ചത് പുതിയൊരു ഹൈവേ ക്രൂസർ ബൈക്ക് അവതരിപ്പിക്കാനാണ്. പൂർണ്ണമായും പുതിയ ബൈക്ക്, പുതിയ എൻജിൻ, പുതിയ ഫ്രെയിം, പുതിയ കാഴ്ചപ്പാട്. അതാണ് മീറ്റിയോർ 350. ഹായ്, ഞാൻ ഫസീല. കൊച്ചിയിൽ കോഗ് റേസിംഗ് എന്ന് പറയുന്ന ടീമിലെ നാഷണൽ റൈഡറാണ് ഞാൻ. അതുപോലെ തന്നെ ഹിമാലയൻ മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ്റെ റെഡ് ഡേ ഹിമാലയ എന്നൊരു ഇവന്റ് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേരളത്തിലെ ഏക വ്യക്തിയാണ് ഞാൻ. ഹലോ, ഹായ്, എൻ്റെ പേര് റൂബിയ. ഞാൻ കൊച്ചിയിലുള്ള ബൈക്ക് ആൻഡ് ബുള്ളറ്റ് ലേഡി റൈഡർ ടീമിലെ ഒരു റൈഡറാണ്. ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ കൈൻഡ് ഓഫ് വെഹിക്കിൾസും ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്ത ഫീലാണ് മീറ്റിയോർ 350 എന്ന് പറഞ്ഞാൽ ഈ വെഹിക്കിൾ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ആയത്. മെയിൻലി ഇതിനെക്കുറിച്ച് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ അപ്പിയറൻസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ കാണാം, ഇത് ഒരു ബെന്നലി ആൻഡ് തണ്ടർബേർഡ് 350 X. ഇതിൻ്റെയൊക്കെ കൂടി ഒരു രണ്ടും കൂടിയുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണിത്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഈസി ക്രൂസർ മോഡലാണിത്. നമുക്കിപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നോർമലി റോയലിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് കുഴിഞ്ഞിട്ടുള്ളതും കംഫർട്ടബിൾ ലെവലിലാണ് ഇത് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. മെയിൻലി റോയൽ എൻഫീൽഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നോർമലി ലേഡീസിനൊക്കെ വണ്ടി ഓടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഹെവി ലുക്ക് കാരണം എല്ലാവരും പിൻവാങ്ങുക ചെയ്യുന്നത്, അയ്യോ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു രീതി. പക്ഷേ അത് വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ മീറ്റിയോർ 350 കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ 2 കാലും ഇതിൻ്റെ സീറ്റിംഗ് എന്ന് വെച്ചാൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആണ്. ലേഡീസിനാണെങ്കിലും ഇപ്പോൾ ഷോർട്ടായിട്ടുള്ള ലേഡീസിനാണെങ്കിലും ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ക്രൂസർ ബൈക്ക് ഓടിക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് ഇതിൻ്റെ ഹൈറ്റാണ്. എൻ്റെ ഹൈറ്റ് 154 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ബൈക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്ക് 2 കാലും ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലോറിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിലും നല്ല ഈസി ഹാൻഡ്ലിംഗ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്കായിട്ടാണുള്ളത്. അപ്പോൾ 2 സൈഡും ഇങ്ങനെ ഇരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് ഒരു കാറിലേക്ക് ഇരുന്ന് പോകുന്നൊരു ഫീലുണ്ട്. സീറ്റിംഗ് ഡബിൾ സീറ്റിംഗ് ആണ്. 2 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയൊരു അത്യാവശ്യം സ്മൂത്തായിട്ടുള്ളൊരു സീറ്റാണിത്. ലോങ് ഡ്രൈവൊക്കെ ആണെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് ഒരു ബാക്ക് പെയിനൊന്നും ഇല്ലാതെ പോകാൻ പറ്റിയൊരു സസ്പെൻഷനൊക്കെയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. മീറ്റിയോർ 350 ഓടിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഫുള്ളി കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ബ്രേക്കിംഗ് ആണെങ്കിലും ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും കുറച്ചുകൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പഴയ വെഹിക്കിളിൽ നിന്നും റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിൽ തന്നെ കുറച്ചുകൂടി പവർ നമുക്കിതിൽ ഫീൽ ചെയ്യാം. ഒരുപാടല്ല, കുറച്ചുകൂടി പവർ ഉണ്ട്. മീറ്റിയോറിൻ്റെ ഏറ്റവും വലിയ പുതുമ ഇതിൻ്റെ 350cc പുതിയ എഞ്ചിനാണ്. ഇതുവരെ എൻഫീൽഡ് ബൈക്കുകളുടെ 350cc എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 346cc ആയിരുന്നു. എന്നാൽ ഇത് 349cc ഉണ്ട്. 3cc കൂട്ടി. അതിൻ്റെ ഗുണം ഇതിൻ്റെ ഔട്ട്പുട്ടിലുണ്ട്. 20-ന് താഴെ ആയിരുന്ന പവർ ഇപ്പോൾ 20 ഹോഴ്സ് പവറിന് തൊട്ടു മുകളിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്കെന്ന് വെച്ചാൽ ലോങ് ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. സോ അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ആണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ബ്രേക്കിൻ്റെ ഇവിടെ നല്ല ഗ്രിപ്പാണ് ഇവർ കൊടുത്തേക്കുന്നത്. വേറെ പിന്നെ എടുത്ത് പറയാനുള്ളത്, ബാക്കിലും ഫ്രണ്ടിലും ആണെങ്കിലും 2 ഡിസ്ക് ബ്രേക്കാണ് ഇവർ ബിൽഡ് ചെയ്ത് തന്നേക്കുന്നത്.
ഫ്രണ്ടിൽ 19 ഇഞ്ച് അലോയുള്ള വലിയ ടയറാണ് മീറ്റിയോർ 350ക്കുള്ളത്. ബാക്കിൽ 17 ഇഞ്ച് അലോയുള്ള ടയർ നൽകിയിരിക്കുന്നു. എന്നാൽ ബാക്കിലെ ടയർ വലിയ വിഡ്ത്തിലും വൈഡായിട്ടും ഒക്കെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഓടിക്കുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും കോർണറിങ്ങിലും ഒക്കെ വളരെ നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടെന്ന് നമ്മുടെ റൈഡേഴ്സ് പറഞ്ഞു. പിന്നെ 2 വീലിലും ഡിസ്ക് ബ്രേക്കാണ് നൽകിയിരിക്കുന്നത്. ABSും ഉണ്ട്. അതായത് ഡ്യുവൽ ചാനൽ ABS ആണ് മീറ്റിയോർ 350ക്ക് കമ്പനി നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എൻജിൻ പിടിപ്പിച്ചിരിക്കുന്ന ഫ്രെയിമാണ്. ഇത് ഡബിൾ ക്രാഡിൽ പ്ലാറ്റ്ഫോമാണ്. ഇതുവരെ നമ്മൾ കണ്ട ബൈക്കുകളുടെ ഫ്രെയിം സിംഗിൾ ട്യൂബായിരുന്നു. ഇത് ഡബിൾ ക്രാഡിലാണ്. ഡബിൾ ഫ്രെയിം ആയതിനാൽ എൻജിൻ വളരെ നന്നായി സെറ്റായി ഇരിക്കുകയും ഹൈവേയിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഹൈവേയിലും സ്ട്രെയിറ്റ് ലൈനിലും കോർണറിലും ഒക്കെയുള്ള സ്റ്റെബിലിറ്റിക്ക് ഈ ഡബിൾ ക്രാഡിൽ ഫ്രെയിം വലിയ സഹായം ചെയ്യുന്നുണ്ട്. മീറ്റിയോർ 350യിലെ മറ്റൊരു പുതുമയെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചെയിനാണ്. സാധാരണ ഇതുവരെയുള്ള എൻഫീൽഡ് ബൈക്കുകളിലെല്ലാം ഇത് റൈറ്റ് സൈഡിലായിരുന്നു. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സോക്കറ്റിന് പുതിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ പുറത്തേക്കിരിക്കുന്ന നെട്ടാണെങ്കിൽ ഇത് അകത്തേക്കുള്ള നെട്ടാണ്. മുമ്പ് നമുക്കുണ്ടായിരുന്നത് പുഷിംഗ് ബട്ടനാണ്, എൻജിൻ ഓൺ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. ഇപ്പോൾ അത് മാറി ടോഗിളാക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഓൺ ആക്കുമ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ സൗണ്ടും ഒരു ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. മീറ്റിയോറിന് ഡിജിറ്റൽ അനലോഗ് ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. സ്പീഡ് അറിയുന്നത് അനലോഗായിട്ടും മറ്റു വിവരങ്ങൾ ഡിജിറ്റലായിട്ടും അറിയാം. അനലോഗ് ക്ലസ്റ്ററിൻ്റെ പ്രത്യേകത ഇതിന് km/h പോലെ തന്നെ miles/h ഉണ്ട്. ഇന്ത്യക്ക് പുറത്ത് ഇപ്പോഴും miles/h ആണ് കണക്കാക്കുന്നത്. 1 മണിക്കൂറിൽ എത്ര ദൂരം താണ്ടി എന്നാണ് അവർ നോക്കുന്നത്. ഗ്ലോബൽ മോഡലിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ലോകത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാകുന്ന പല മോഡലുകളെയും പോലെ തന്നെയാണ് മീറ്റിയോർ 350. മീറ്റിയോറിൻ്റെ ഈ ഒരു സവിശേഷതയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം തണ്ടർബേർഡ് മറ്റ് പല രാജ്യങ്ങളിലും വിൽക്കാൻ പറ്റുമായിരുന്നില്ല. പല രാജ്യങ്ങളിലും തണ്ടർബേർഡ് എന്ന പേര് മറ്റാരൊക്കെയോ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ പേരിൽ റോയൽ എൻഫീൽഡിന് അത് വിൽക്കാൻ പറ്റിയിരുന്നില്ല. റംബ്ലർ എന്ന പേരിലാണ് എൻഫീൽഡ് അത് വിറ്റിരുന്നത്. ഈ പരിമിതികളൊന്നും മീറ്റിയോറിനില്ല. മീറ്റിയോർ എന്ന പേരിൽ തന്നെ റോയൽ എൻഫീൽഡിന് ലോകമെമ്പാടും ഈ ബൈക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഹൈവേ ക്രൂസർ കൂടിയായ മീറ്റിയോറിന് കമ്പനി നൽകിയിരിക്കുന്നത് നാവിഗേഷന് വേണ്ടി ട്രിപ്പർ ഡിവൈസാണ്. ഇത് നമുക്ക് ഫോണുമായി കൂടി കണക്ട് ചെയ്ത് GPS നാവിഗേഷനൊക്കെ ടേൺ ബൈ ടേൺ നാവിഗേഷനായിട്ട് തന്നെ കിട്ടും. മീറ്റിയോർ 350 തികച്ചും ഒരു ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. അതിൻ്റെ സൂചനയാണ് നമുക്ക് ഡബിൾ ഹസാർഡ്സ്. ഇപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവും മിസ്റ്റും ഫോഗും വന്ന ഏരിയയിലൂടെ പാസ് ചെയ്യുവാണെങ്കിലും അതൊരു ഹെൽപ്ഫുൾ ഫീച്ചർ തന്നെയാണ്. മീറ്റിയോർ 350ക്ക് മനോഹരമായ ഒരു ഹെഡ്ലൈറ്റാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതായത് ഹാലജൻ ഹെഡ് ലാമ്പ്. അതിന് ചുറ്റുമായിട്ട് മനോഹരമായ ഒരു LED റിങ്ങും നമുക്ക് കാണാം. ഇനി മീറ്റിയോർ 350യുടെ വേരിയൻസ് പ്രൈസസും ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഷോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസും പിന്നെ നൽകിയിട്ടുണ്ട്. അപ്പം ഇത് ഓൺ റോഡ് പ്രൈസ് ഫയർബോൾ വേരിയൻറ്റിൻ്റെ ആണെങ്കിൽ 2,07,398 വരും. അതിൽ തന്നെ സ്റ്റെല്ലാർ വേരിയൻറ്റിൻ്റെതാണെങ്കിൽ 2,13,666 വരുന്നുണ്ട്. സൂപ്പർനോവ വേരിയൻറ്റിൻ്റെത് 2,24,111 വരുന്നുണ്ട്. ഇത് കൊച്ചി ഷോറൂമിലെ വിലയാണ് നമ്മളിപ്പോൾ നൽകിയിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നൊരു സ്കീം കൂടി ഈ വാഹനത്തിനൊപ്പം നൽകുന്നുണ്ട്. അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ കളറാണെങ്കിലും ഹാൻഡ് റെയിൽസ് ആണെങ്കിലും ആക്സസറീസ് ഒക്കെയൊക്കെ വാങ്ങി വെച്ചിട്ട് വാഹനത്തെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാം. ഇത് ഓൺലൈനായിട്ടും അല്ലാതെയും ഷോറൂമുകളിലും ഒക്കെ ഈ അവസരം ലഭ്യമാണ്. പിന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ നൈറ്റ് റൈഡ് പോവുകയാണെങ്കിൽ ഈ ഒരു ഗ്ലാസ്, ഈ ഒരു ഷീൽഡ് ഇവിടെ വരുന്നതുകൊണ്ടിട്ട് അതിന്റെ ഗ്ലെയർ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ മിറർ അഡ്ജസ്റ്റബിൾ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വന്തം മുഖം നോക്കി ഓടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതിനൊരു ലിമിറ്റ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്. ക്ലാസിക് 350യും ഈ മീറ്റിയോർ 350യും സെയിം വെയിറ്റ് തന്നെയാണ് വരുന്നത്. സോ അപ്പൊ എല്ലാവരും പേടിച്ചിരുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അപ്പിയറൻസ് ആണ്. നമ്മുടെ ക്ലാസിക് 350 എന്ന് പറയുമ്പോൾ ഒരു ഹെവി വെഹിക്കിൾ പോലെ ഫീൽ ചെയ്യും. നോർമലി ലേഡീസിന് ഒരു ഫിയർ ആണ് അത് കാണുമ്പോൾ തന്നെ, എൻ്റെ കാലെത്തുമോ എന്നുള്ള ഒരു ഫിയർ ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീറ്റിയോർ ആണെങ്കിൽ നമുക്കൊരു ക്രൂസർ ബൈക്ക്, അവഞ്ചർ അതുപോലെയൊക്കെ തന്നെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. അതിന്റെ വെയിറ്റ് പോലും ഇതിന്റെ പൊക്കക്കുറവിൽ അറിയുന്നില്ല. അതിനുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ചേച്ചി. ഞാനിപ്പോൾ ഈ മീറ്റിയോർ 350യിൽ ഇരിക്കുന്നത് റൂബിയെ തന്ന വലിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഓടിച്ചിട്ടില്ല. പക്ഷേ ഇവർ ബൈക്കും എന്താ പറയുക ബുള്ളറ്റും ഒക്കെ ഓടിക്കാൻ
എന്നെപ്പോലെ ചെറിയ വ്യക്തികളെ വരെ ട്രെയിൻ ചെയ്യുന്ന ഒരു വളരെ ബ്രേവ് ലേഡീസാണ്, അല്ലെങ്കിൽ ബ്രേവ് ഗേൾസാണ്. അപ്പോൾ ഇവരെനിക്ക് തന്നിരിക്കുന്ന പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്നെയും ഒരു ബുള്ളറ്റ് ഓടിക്കാൻ എന്താ പറയുക ഉള്ള ആത്മവിശ്വാസവും ട്രെയിനിങ്ങും എല്ലാം നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ ശരിക്കും പറഞ്ഞാൽ 5 അടി കഷ്ടിച്ച് എനിക്കില്ല, ഞാനൊരു 5 അടിക്ക് തൊട്ട് താഴെയാണ്. എന്നാൽ പോലും എനിക്ക് കാല് ഈസി ആയിട്ട് കുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ മതി എന്നാണ് റൂബിയ പറയുന്നത്. റൂബിയയും റൂബിയുടെ ഫ്രണ്ട് സോണിയയും പറയുന്നത് എന്നെ തീർച്ചയായിട്ടും ഓടിപ്പിച്ചിരിക്കും. അപ്പോൾ ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വാഹനം വരുന്നുവെങ്കിൽ ഇവരോടൊപ്പം ഞാനും എൻ്റെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ കാർക്കടുവയ്ക്ക് വേണ്ടി നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുന്നതായിരിക്കും. ഞാൻ റൂബിയയ്ക്കൊപ്പം. ഓക്കെ, താങ്ക് യു.